ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രിക്കലിൽ കുറച്ച് വേക്കൻസീസ് സബ് എഞ്ചിനീയറും അതുപോലെ തന്നെ ഓവർസിയറൊക്കെ വരുന്നതുകൊണ്ട് MCQs എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി അറ്റ്. പവർ ട്രാൻസ്ഫോമേഴ്സ് ഏത് ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഫുൾ ലോഡ്, 50% ലോഡ്, 80% ലോഡ്, നോ ലോഡാണ്. ഈ പവർ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ മെയിനായിട്ട് സബ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ പവർ ജനറേഷൻ സ്റ്റേഷനിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു മെയിൻ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറുകളാണ് പവർ ട്രാൻസ്ഫോമർ. നമ്മുടെ വീടുകളിലേക്കൊക്കെ സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ഒരു പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും മാത്രം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ഇൻഡസ്ട്രീസിലുള്ള ലോഡായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ നമുക്കങ്ങനെ വലിയൊരു രീതിയിലുള്ള ലോഡ് വേരിയേഷൻസും വരുന്നില്ല. സോ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. കാരണം ഇതിന് നമ്മുടെ ആ ഒരു ലോഡ് വേരിയേഷൻസ് ഒന്നും ഇതിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ കോർ ആർ ലാമിനേറ്റഡ് ഇൻ ഓർഡർ ടു. ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്ന് പറയുന്നത് നമുക്കറിയാം ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പല പല ഷീറ്റ്സ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ളതായിരിക്കുള്ളൂ. ഇത്തരത്തിലൂടെ നമുക്ക് കാണാം ഇതൊരു സിംഗിൾ ലാമിനേഷൻ കോറാണ്. ഇത്തരത്തിലുള്ള നമ്പർ ഓഫ് ലാമിനേഷൻ കോഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കുള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള കോറ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ലാമിനേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എഡി കറണ്ട് വെച്ചിട്ടുള്ള ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുള്ളൂ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ്, റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറണ്ട് ലോസ്, മിനിമൈസ് എഡി കറണ്ട് ലോസ്, കോപ്പർ ലോസ്. അതിൽ ആൻസർ എന്ന് പറയുന്നത് എഡി കറണ്ട് ലോസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ട്രാൻസ്ഫോമറിൽ മാത്രമല്ല മോട്ടറിൻ്റെ റോട്ടറുകളിലും നമുക്ക് ഇതുപോലെ തന്നെ ലാമിനേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെയും സെയിം ഫങ്ഷൻ തന്നെയാണ്. എഡി കറണ്ട് വെച്ചുണ്ടാകുന്ന ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ലീക്കേജ് ഫ്ലക്സ് ഇൻ എ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ്. ഇവിടെ നമുക്കൊരു ടേം ഉണ്ട് ലീക്കേജ് ഫ്ലക്സ് എന്നുള്ളത്. ഈ ഒരു ടേം കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. കാരണം ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പ്രൈമറി സൈഡിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഒരു ഫ്ലക്സ് ഈ ഒരു കോറിലൂടെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇവിടെയും ഒരു സെക്കൻഡറിയിൽ ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും നമുക്ക് നോക്കിയാൽ കാണാം കോറിലൂടെയുള്ള ഒരു ഫ്ലക്സിന് പുറമെ രണ്ട് സൈഡിലും ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ലീക്കായി പോകുന്നുണ്ട് അല്ലെങ്കിൽ വേസ്റ്റായി പോകുന്നുണ്ട്. ആ ഒരു വേസ്റ്റായി പോകുന്ന ഫ്ലെക്സിനെയാണ് നമ്മൾ ലീക്കേജ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലീക്കേജ് ഫ്ലെക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉള്ളത് ഫ്രീക്വൻസി, മ്യൂച്വൽ ഫ്ലെക്സ്, ലോഡ് കറണ്ട്, അപ്ലൈഡ് വോൾട്ടേജ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ലോഡ് കറണ്ട് ആണ്. കാരണം നമുക്ക് ആ ഒരു ഫ്ലെക്സ് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്ലെക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റ് ആവുന്ന ഫ്ലെക്സിൻ്റെ അളവും കൂടും. സോ ലീക്കേജ് ഫ്ലെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ലോഡ് കറണ്ടിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം ഫ്രീക്വൻസി. ട്രാൻസ്ഫോമറിൻ്റെ ഒരു കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും മാറ്റി നിർത്തേണ്ട ഒരു ടേമാണ്. ഫ്രീക്വൻസി ആയിട്ട് ട്രാൻസ്ഫോമറിന് യാതൊരു ബന്ധവുമില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാമിനേഷൻസ് ഓഫ് ട്രാൻസ്ഫോമർ കോർ ഈസ് മെയ്ഡ് ഓഫ്. നമ്മൾ നേരത്തെ ലാമിനേഷൻസ് കണ്ടായിരുന്നു. ആ ലാമിനേഷൻസ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് കാസ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീൽ, അലൂമിനിയം, കാസ്റ്റ് സ്റ്റീൽ. എന്നുണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 സിലിക്കൺ സ്റ്റീലാണ്. ഈ ഒരു സിലിക്കൺ സ്റ്റീലിനെ തന്നെ CRGO സ്റ്റീൽ എന്നും പറയാറുണ്ട്. CRGO സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സിലിക്കൺ സ്റ്റീൽ എന്നുള്ള ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് കെപ്റ്റ് ക്ലോസ്ഡ്. നമുക്കറിയാം നമുക്ക് പല തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള 4 ട്രാൻസ്ഫോമേഴ്സാണ് ഇപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. കറണ്ട് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ട്രാൻസ്ഫോമർ, പവർ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിൽ ഏത് ട്രാൻസ്ഫോമറിൻ്റെയാണ് സെക്കൻഡറി സൈഡ് എപ്പോഴും ക്ലോസ് ആയിട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ വരുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ ആണ്.
കാരണം കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്കൊരു മെഷറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും അമ്മീറ്ററൊക്കെ നമ്മൾ വയർ ചെയ്യുന്ന സമയത്ത് അമ്മീറ്ററിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന ആ ഒരു കേബിൾ എന്ന് പറയുന്നത് ചെറിയ 1 mm അല്ലെങ്കിൽ 1.5 mm ഒക്കെ കൺട്രോൾ കേബിൾസ് ആയിരിക്കുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ കേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് അമ്മീറ്റർ ഈ ഒരു 100 ആംപിയർ അല്ലെങ്കിൽ ഒരു 200 ആംപിയർ അല്ലെങ്കിൽ ഒരു 500 ആംപിയർ ഒക്കെ മെഷർ ചെയ്യുന്നത് എന്നുള്ളത്, ഇത് ചെയ്യുന്നത് ഈ ഒരു CTയുടെ സഹായത്തോടെയാണ്. CT എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ടിനെ ഒരു റേഷ്യോയിലേക്ക്, അതിൻ്റെ അകത്തൊരു കൺവേർട്ടിങ് റേഷ്യോ ഉണ്ടാകും, ആ ഒരു റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 5:1 ആണ് റേഷ്യോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ആംപിയർ ആണ് അവിടെ അവൈലബിൾ ആയിട്ട് സെക്കൻഡ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ 5 ആംപിയറിനെ നമ്മൾ 1 ആംപിയറിലേക്ക് കുറച്ചിട്ട് അതേ റേഷ്യോ ഉള്ള അമ്മീറ്ററിലേക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് തിരിച്ച് ഈ 1:5 ആയിരിക്കുള്ളൂ. സോ അവിടെ ഒരു 1 ആംപിയറാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 5 ആംപിയറാക്കി ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു CTയും അതുപോലെ തന്നെ അമ്മീറ്ററും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈമറി സൈഡിലുള്ള അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി സൈഡിൽ 1 ആംപിയർ വന്നാൽ തന്നെ നമുക്ക് സെക്കൻഡറി സൈഡിൽ 5 ആംപിയർ അവൈലബിൾ ആയിരിക്കുള്ളൂ എപ്പോഴും. അതുപോലെ ഈ ഒരു 1 ആംപിയറിന് പകരമായിട്ട് നമ്മളൊരു 5 ആംപിയറൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 125 ആംപിയർ, അത്രയും വലിയൊരു ആംപിയർ ആയിരിക്കുള്ളൂ സെക്കൻഡറി സൈഡിൽ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സെക്കൻഡറി സൈഡ് ഷോർട്ട് ചെയ്യുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്രീത്തർ ഈസ് പ്രൊവൈഡഡ് ഇൻ എ ട്രാൻസ്ഫോമർ 2. ട്രാൻസ്ഫോമറിൽ ഉള്ളൊരു പാർട്ടാണ് ഈ ഒരു ബ്രീത്തർ എന്ന് പറയുന്നത്. ഈ ബ്രീത്തറിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് അബ്സോർബ് മോയ്സ്ചർ ഓഫ് എയർ ഡ്യൂറിങ് ബ്രീത്തിങ്, സെക്കൻഡ് വൺ പ്രൊവൈഡ് കോൾഡ് എയർ ഇൻ ട്രാൻസ്ഫോമർ, തേർഡ് വൺ ഫിൽട്ടർ ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ, ഫോർത്ത് വൺ നൺ ഓഫ് ദി അബോവ്. ഈ ബ്രീത്തർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. കാരണം ഈ ഒരു ബ്രീത്തറിൽ കൂടിയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ, ഇതിൻ്റെ ബ്രീത്തിങ് സർക്കിളിന് വേണ്ടിയിട്ടുള്ള എയർ ഇത് അബ്സോർബ് ചെയ്യുന്നത്. അത്തരത്തിൽ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാകും. ആ ഒരു മോയ്സ്ചറും കൂടി ഇതിലൂടെ അബ്സോർബ് ചെയ്ത് അകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആ ഒരു മോയ്സ്ചർ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള ഓയിലായിട്ട് ഇത് മിക്സ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്തിട്ടാണ് ഈ എയർ അകത്തേക്ക് എടുക്കുന്നത്. അത്തരത്തിൽ ആ ഒരു എയർ അല്ലെങ്കിൽ മോയ്സ്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പറയുന്ന ബ്രീത്തർ എന്ന് പറയുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്ക ജെല്ലായിരിക്കുള്ളൂ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിലിക്ക ജെല്ല് ഈ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്തിട്ട് എയർ മാത്രമായിട്ടായിരിക്കുള്ളൂ അകത്തേക്ക് വിടുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇവിടെ മാറിപ്പോയതാണ്. ഓപ്ഷൻ നമ്പർ 1 ആണ്. അബ്സോർബ് മോയ്സ്ചർ ഓഫ് എയർ ഡ്യൂറിങ് ബ്രീത്തിങ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ സപ്ലൈ ഫ്രീക്വൻസി ഓഫ് എ ട്രാൻസ്ഫോമർ സപ്ലൈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻസ് ദ സെയിം, എനി ഓഫ് ദി അബോവ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഫ്രീക്വൻസിക്ക് ട്രാൻസ്ഫോമറുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫ്രീക്വൻസി മാറിയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 റിമെയിൻസ് ദ സെയിം ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു മെഷർ. നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള 2 ടെസ്റ്റുകളാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. രണ്ടും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓപ്ഷൻ 4 കോർ ലോസ് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ്. കോർ ലോസ് മാത്രമല്ല, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോർ ലോസും അതുപോലെ തന്നെ നോ ലോഡ് കറണ്ടും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്തുള്ള ഹൈ വോൾട്ടേജ് സൈഡ് ഓപ്പൺ ആക്കി ഇടുകയും ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുക്കുകയും ആ ഒരു ലോ വോൾട്ടേജ് സൈഡിൽ തന്നെ നമ്മൾ ഇതിന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്ററെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന കോർ ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആർ ദാറ്റ് ദേ ഷുഡ് ഹാവ് ദ സെയിം. ഇതിനകത്തുള്ള ഏത് പാരാമീറ്റേഴ്സാണ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്? ഓപ്ഷൻ 1 എന്ന് പറയുന്നത് KVA റേറ്റിംഗ് ആണ്, 2ാമത്തേത് ടേൺ റേഷ്യോ, 3ാമത്തേത് പൊളാരിറ്റി, 4ാമത്തേത് ബോത്ത് 2 and 3.
ഇതിൽ നമുക്ക് KVA റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കിപ്പോൾ ഒരു 5 KVAയുടെയും ഒരു 10 KVAയുടെയും ആയിരിക്കുള്ളൂ ചിലപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു 2 ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് പാരലലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ടേൺ റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഈ ടേൺ റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരിക്കണം. പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് റേറ്റിംഗും അതുപോലെ തന്നെ സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് റേറ്റിംഗും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ പൊളാരിറ്റിയും സെയിം ആയിരിക്കണം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ബോത്ത് 2 and 3 ടേൺ റേഷ്യോയും അതുപോലെ തന്നെ പൊളാരിറ്റിയും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ പാരലലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ട്രാൻസ്ഫോമർ ഹാസ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വെൻ ഇറ്റ്സ് ലോഡ് പവർ ഫാക്ടർ ഈസ്. ഇതിൽ ഏത് പവർ ഫാക്ടർ ഉള്ള സമയത്താണ് ട്രാൻസ്ഫോമറിന് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞ ടൈം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വി നോ ലോഡ്, അതായത് നോ ലോഡിലുള്ള സെക്കൻഡറി വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡിലുള്ള സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോ ലോഡിലുള്ള സെക്കൻഡറി വോൾട്ടേജ്. ഈ ഒരു ടേം നെഗറ്റീവ് ആകുമ്പോഴാണ് ഇതിനെ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നോ ലോഡിലുള്ള വോൾട്ടേജിനേക്കാളും കൂടുതൽ ഫുൾ ലോഡിലുള്ള വോൾട്ടേജ് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ടേം നെഗറ്റീവായിട്ട് വരുള്ളൂ. അത്തരത്തിൽ നമുക്ക് എപ്പോഴും അറിയാം വോൾട്ടേജിൽ നമ്മൾ സെക്കൻഡറി സൈഡിൽ ലോഡ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാറാണ് സാധ്യത. പക്ഷേ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പിന് പകരം വോൾട്ടേജ് ഒരു കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡിൽ കണക്ട് ചെയ്തിട്ടുള്ള പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലീഡിങ് ആയിരിക്കണം. അത്തരത്തിൽ ലീഡിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലോഡ് കണക്റ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഹൈ ആയി വരുള്ളൂ നോ ലോഡിനേക്കാളും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ടോട്ടൽ ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെഗുലേഷനിലേക്ക് മാറുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ലീഡിങ് ആണ്. ലീഡിങ് ആയിട്ടുള്ള പവർ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുള്ളൂ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ പർപ്പസ് ഓഫ് പെർഫോമിങ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ എ ട്രാൻസ്ഫോമർ ടു മെഷർ ഈസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ട്രാൻസ്ഫോമറിൽ 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ സർക്യൂട്ടും രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ടും. അതിൽ ഓപ്പൺ സർക്യൂട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, കോർ ലോസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് അതിൻ്റെ ഇക്വാലൻ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തേത് ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തേത് ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പും അതിൽ നിന്നും അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഷോർട്ട് ചെയ്യുന്നത് എപ്പോഴും ലോ വോൾട്ടേജിൻ്റെ സൈഡായിരിക്കുള്ളൂ. എന്നിട്ട് ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കുള്ളൂ നമ്മൾ മീറ്ററൊക്കെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നേരെ തിരിച്ചായിരുന്നു. സോ അതൊന്ന് ഓർമ്മയിൽ വെക്കുക, അതും വേറെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസിലെ ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് പെർഫോംഡ് ഓൺ. അതായത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഏത് സൈഡിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ലോ വോൾട്ടേജ് സൈഡ്, ഹൈ വോൾട്ടേജ് സൈഡ്, ഈതർ 1 and 2, ഫോർത്ത് വൺ ബോത്ത് 1 and 2. ഇതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് ലോ വോൾട്ടേജ് സൈഡാണ് എപ്പോഴും നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കുന്നത്. ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കുള്ളൂ നമ്മൾ സപ്ലൈ കൊടുക്കുന്നതും ഈ പറഞ്ഞ മെഷറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് ശരിക്കും ഹൈ വോൾട്ടേജ് സൈഡിലാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫ്ലാഷ് പോയിൻ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഇൻസുലേറ്റിംഗ് ഓയിൽ ഷുഡ് ബി മോർ ദാൻ. ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ടെമ്പറേച്ചറാണ്. ആ ഒരു മിനിമം ടെമ്പറേച്ചറിലായിരിക്കുള്ളൂ ഇത് ഒരു വേപ്പർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് ഒരു ഇഗ്നീഷനൊക്കെ കാരണമാകുന്ന ടൈപ്പിലുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൽ ആ ഒരു മിനിമം ടെമ്പറേച്ചറാണ് ഈ പറഞ്ഞ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് 100 ഡിഗ്രി, മോർ ദാൻ 140 ഡിഗ്രി, 75 ഡിഗ്രി, ബിലോ 75 ഡിഗ്രി. ഇതെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 140 ഡിഗ്രിയിൽ മേളിലായിരിക്കണം നമ്മൾ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, അയൺ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ. അയൺ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ അയൺ ലോസ് ആണ് ശരിക്കും നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്. ആ അയൺ ലോസ് സംഭവിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കോറിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ കോർ ലോസ് എന്നും കൂടി പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഇൻ ട്രാൻസ്ഫോമർ ഈസ് സീറോ ഈവൻ അറ്റ് ഫുൾ ലോഡ്? ട്രാൻസ്ഫോമർ ഫുൾ ലോഡിലാണെങ്കിൽ പോലും ഇതിനകത്ത് ഉണ്ടാകുന്ന ഏത് ലോസാണ് സീറോ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് എഡി കറണ്ട് ലോസ്, കോർ ലോസ്, കോപ്പർ ലോസ്, ഫ്രിക്ഷൻ ലോസ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ഫ്രിക്ഷൻ ലോസ് ആണ്. കാരണം ഈ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ പ്രത്യേകിച്ച് മൂവിങ് ആയിട്ടുള്ള പാർട്ടൊന്നുമില്ല. ട്രാൻസ്ഫോമർ ആണെങ്കിൽ വേറെ ഒരിടത്തോട് മൂവ് ചെയ്ത് പോകുന്നുമില്ല. ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രാൻസ്ഫോമറിൽ നോൺ ലോഡിലായാലും ഫുൾ ലോഡിലായാലും ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസസ് വേരീസ് വിത്ത് ദ ലോഡ് ഇൻ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൽ വരുന്ന ലോഡിനനുസരിച്ചിട്ട് ഇതിൽ ഏത് ലോസാണ് മാറി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൽ ഏത് ലോസ് ആണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉള്ളത് കോർ ലോസ്, കോപ്പർ ലോസ്, ബോത്ത് കോപ്പർ ലോസ് ആൻഡ് കോർ ലോസ്, നൺ ഓഫ് ദി അബവ്. ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് ആണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കോപ്പർ ലോസ് ആണ്. ഈ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിക്കോളും ഇരിക്കുന്നത്. ഈ ഒരു ലോഡ് വേരി ചെയ്യുന്ന സമയത്തും നമുക്ക് ട്രാൻസ്ഫോമറിൽ കറണ്ട് വേരി ചെയ്യുന്നതാണ്. കറണ്ട് വേരി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോപ്പർ ലോസും വേരി ചെയ്യുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, ഇൻ എ ട്രാൻസ്ഫോമർ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഈസ്? ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നമുക്കറിയാം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കലി ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു റെസിസ്റ്റൻസ് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റ് ആയിരിക്കുള്ളൂ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ എഫിഷ്യൻസി ഓഫ് 2 ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് അണ്ടർ ലോഡ് കണ്ടീഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ? താഴെ തന്നിട്ടുള്ള ഏത് ടെസ്റ്റ് വഴിയാണ് നമുക്ക് 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും. അതുവഴി നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നോ ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ബാക്കി നമുക്കുള്ളത് ഈ ഒരു ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സബ്നർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. ഇതിൽ ഈ നമ്പർ 4 ആണ് ശരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ എഫിഷ്യൻസിയും ഹീറ്റിങ്ങും വോൾട്ടേജ് റെഗുലേഷനുമാണ്. എപ്പോഴും 2 ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സബ്നർ ടെസ്റ്റ് ആയിരിക്കുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ബാക്ക് ടു ബാക്ക് ടെസ്റ്റാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്? ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് യൂണിറ്റിലാണ് പറയുന്നതാണ്. ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെപ്പറ്റി നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് KV ആണ്. ട്രാൻസ്ഫോമേഴ്സും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സും നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് KVA റേറ്റിങ്ങിലായിരിക്കുള്ളൂ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്? ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നമുക്കറിയാം പ്രൈമറി ടേൺസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ടേൺസ് ഉണ്ട്. ഇതിൽ ഏത് സൈഡിലായിരിക്കുള്ളൂ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് സെക്കൻഡറി വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ്, ഹൈ വോൾട്ടേജ് വൈൻഡിങ്, ലോ വോൾട്ടേജ് വൈൻഡിങ്. ഇതിൽ നമുക്ക് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും നമുക്ക് ഇതിനകത്തൊരു ആൻസർ പറയാൻ സാധിക്കില്ല. കാരണം സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സൈഡും മാറി മാറി വരും അതിനകത്തുള്ള ടേൺസ്. സോ നമുക്കിതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് സൈഡാണ്. എപ്പോഴും ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കുള്ളൂ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ടാകുന്നത്. എങ്കിൽ മാത്രം അവിടെ കൂടുതൽ നമുക്ക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള ഹൈ വോൾട്ടേജ് സൈഡ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്കതിനെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു 2 ആൻസർ ആദ്യം തന്നെ ഇതിൽ വരില്ല എന്ന് പറഞ്ഞത്. ഒരു ട്രാൻസ്ഫോമർ എന്താണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ഫ്രീക്വൻസിയുടെ കേസ് പല പ്രാവശ്യം പറഞ്ഞാണ്. ഫ്രീക്വൻസി ഇതിനകത്ത് വരുന്ന ഒരു ഫാക്ടറേ അല്ല. അതുകൊണ്ട് ഫ്രീക്വൻസി നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും, പിന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ട് രണ്ടും കൂടിയാണ്. നമ്മൾ വോൾട്ടേജിൻ്റെ കേസ് എപ്പോഴും പറയുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു, അതിനകത്തൊക്കെ വോൾട്ടേജ് ആണ് മാറി മാറി വരുന്നത്. പക്ഷേ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തൊരു കാര്യമുണ്ട് കറണ്ട്.
ഈ വോൾട്ടേജ് നമ്മൾ മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്തുള്ള കറണ്ടും മാറുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്പർ 2 വോൾട്ടേജ് ആൻഡ് കറണ്ടാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ നോയ്സ് ഓഫ് എ ട്രാൻസ്ഫോമർ മെയിൻലി ഡ്യൂ ടു. ട്രാൻസ്ഫോമറിൽ എപ്പോഴും ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവാറുണ്ട്. ആ ഒരു നോയ്സ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉള്ളത് കൂളിംഗ് ഫാൻ, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഇൻ ആൻ അയേൺ കോർ, മെക്കാനിക്കൽ വൈബ്രേഷൻ, ഓൾ ഓഫ് ദി അബോവ്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 2 മാഗ്നറ്റോസ്ട്രിക്ഷൻ ഇൻ ആൻ അയൺ കോർ എന്നതാണ്. ഈ മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷന് ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലെക്സ് മാറി വരുന്നതനുസരിച്ചിട്ട് ആ ഒരു ചേഞ്ചും മാറി വന്നുകൊണ്ടിരിക്കും. അത്തരത്തിൽ അങ്ങനെ ആ ഒരു ലെങ്ത്ത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴത്തേക്കും അതൊരു വൈബ്രേഷനായിട്ട് അഫക്റ്റ് ചെയ്യുകയും ആ ഒരു വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഒരു ഹമ്മിങ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇനി നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഈസ് പ്രൊവൈഡഡ് ഇൻ ആൻ ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമർ ഈസ്. നമുക്കറിയാം ഓയിൽ നമ്മൾ മെഷീനറീസിൽ കൂടുതലായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബോഡിയിൽ എപ്പോഴും ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഇൻസുലേഷനും അതുപോലെ തന്നെ കൂളിങ്ങും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്പർ 4 ആണ്, ബോത്ത് കൂളിംഗ് ആൻഡ് ഇൻസുലേഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ട്രാൻസ്ഫോമർ ഷുഡ് ഹാവ്. ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പാത്ത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ലോ റെസിസ്റ്റൻസ്, ലോ റിലക്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, ഹൈ റിലക്റ്റൻസ്. ഇതിൽ ഈ ഒരു റിലക്റ്റൻസ് എന്ന് പറഞ്ഞ ടേം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു കമ്പാരിസൺ എടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു ഇലക്ട്രിക്കലായിട്ടുള്ള സർക്യൂട്ടിൻ്റെ കമ്പാരിസൺ, ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. ഇതിൽ നമ്മൾ ഈ ആദ്യത്തെ ആ ഒരു ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെപ്പോഴും നമുക്ക് ലോ റെസിസ്റ്റൻസ് ആണെങ്കിലായിരിക്കും ഇതിനകത്ത് കറണ്ട് ഫ്ലോ എപ്പോഴും നന്നായിട്ട് നടക്കുന്നത്. സോ സെയിം തന്നെ ഇവിടെയും ഇതിനകത്ത് ലോ റിലക്റ്റൻസ് ആണെങ്കിൽ മാത്രമായിരിക്കുള്ളൂ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് നടക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോ റിലക്റ്റൻസ് ആണ്. ദ പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ട്രാൻസ്ഫോമർ ഷുഡ് ഹാവ് ലോ റിലക്റ്റൻസ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫോമർ. താഴെ തന്നിട്ടുള്ളതിൽ ട്രാൻസ്ഫോമറിൻ്റെ പാർട്ട് ആയി വരാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് ഈ ഒരു ട്രാൻസ്ഫോമറിൽ വരുന്ന പാർട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഏകദേശം മെയിൻ പാർട്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. റേഡിയേറ്റർ, ട്രാൻസ്ഫോമർ ബുഷിങ്, എക്സ്പ്ലോഷൻ വെൻറ്റ്, ബ്രീത്തർ, കൺസർവേറ്റർ, ബക്കോൾസ് റിലേ. ഇതിലിപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന കൺസർവേറ്ററാണ്. കൺസർവേറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ കൺസർവേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീത്തറിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു സീരീസിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബാക്കി ഇവിടെ ബക്കോൾസ് റിലേയും കൂടി ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ആവാഞ്ഞത് എക്സൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 3 എക്സൈറ്ററാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫോമറിനെ പറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQs എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്ഫോമറിനെ മാത്രമായിട്ട് റെഫർ ചെയ്തെടുത്തതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനെ പറ്റിയിട്ട് എക്സ്ട്രാ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.